ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മൈസൂരിലെ ഒരു സ്ഥലത്തോട്ട് പോവാണ്. നമ്മളെ പേരൊന്നും എനിക്കറിയില്ല. കണ്ടോ, കാമള്ളിയാണ്. ഇവിടെ കുറേ പാടങ്ങളാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്നൊക്കെ വന്നപ്പോൾ ഫുള്ള് നെൽപ്പാടങ്ങളായിരുന്നു. ഫ്രണ്ട്സ്, നല്ല രസമുണ്ട്. അമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഗൈസ് പോവാണ്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കിട്ടോ ഗൈസ്. നെൽപ്പാടങ്ങളാണ്. അവിടെ വന്നപ്പോഴൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ നെൽപ്പാടങ്ങള്. നമ്മൾ പോവാണ്. നെൽപ്പാടം ഒരാളെ നമ്മളെ നല്ല രസമുണ്ട്. കേട്ടോ ഫ്രണ്ട്സ്, കാഴ്ചകളും സ്കൂളാട്ടോ. അവിടെ കണ്ടില്ലേ അത് സ്കൂളാണ് കേട്ടോ. ഇതൊക്കെ സ്കൂളുകളാട്ടോ. ഇതൊക്കെ സ്കൂളുകളാട്ടോ. നമ്മൾ പോവാണ്. നമ്മൾ ഓട്ടോയിലാട്ടോ പോണത്. ഇവിടെ വാഴയും തെങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നീരും കഴിയുമ്പോ ഒക്കെ ഉണ്ട്. ചെറിയ ചെറിയ വീടുകളാട്ടോ. ഇതൊക്കെ ഉണ്ടോ? അതൊക്കെ സ്കൂളാട്ടോ. ടൗണിലെത്തി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ടൗണിലെത്തി. നമ്മൾ പോവാണ്. ഇവിടുത്തെ ടൗണുകളാട്ടോ. ചെറിയ ചെറിയ വീടുകൾ പോലത്തെ ആട്ടോ ടൗണൊക്കെ കാണാനെങ്കിൽ. ഉണ്ടോ? ഒക്കെ ചെറിയ ചെറിയ ടൗണാണേ. ഫ്രണ്ട്സ്, നമ്മൾ പോവാണ്. അങ്ങോട്ട് പോണ്ടടല്ലേ ഫ്രണ്ട്സ്. നമ്മൾ പോവാണ് കേട്ടോ ഗൈസ്. ഇവിടുത്തെ ബസ് കാണിച്ചുതരാം. അതാകണ്ടോ, ഇതാണ് ഇവിടുത്തെ ബസ്. ഇനി ബസ് പോണം. ഇതിപ്പോൾ ഒരു ഓട്ടോറിക്ഷ കഴിച്ചു. അതിൻ്റെ പുറകിൽ ഇവിടെ ഇരിക്കാട്ടോ. ഇതിലൊക്കെ 13 ആൾക്കാരൊക്കെ ഇരിക്കുക ഒരു ഓട്ടോയിൽ. ഇവിടുത്തെ പോവാട്ടോ. നല്ല രസമുണ്ട് കാഴ്ചകൾ കാണാൻ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ജമ്പൊക്കെ വരും കേട്ടോ. പോവാട്ടോ. ടൗണിൽ കൂടെ ആട്ടോ അപ്പം നമ്മൾ പോണത്. പോവാട്ടോ.
തെങ്ങുണ്ട്, വാഴയുണ്ട്, ഇതാ കരിമ്പ്. ഇവിടെ ഫുള്ള് കൃഷികളാണ് ഗൈസ്. പാലാണ് ഇട്ടത്. ഇവിടെ വെള്ളമൊക്കെ വറ്റി ഗൈസ്, അത്രയ്ക്കും ചൂടാണ്. മഴയൊന്നും ഇവിടെ ഇല്ല കേട്ടോ, അതുകൊണ്ട് ഇവിടെ എല്ലാം വറ്റി. ഇവിടെ ഒക്കെ ഭയങ്കര ചൂടൊക്കെ ഇതൊക്കെയാണ് കുറച്ച് പാടങ്ങളൊക്കെ. ഇതൊക്കെ ഓരോരോ കൃഷികളാട്ടോ. നമ്മളെ നാട്ടിലില്ലാത്തൊക്കെ ഇവിടെ കിട്ടും ഗൈസ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളാട്ടത്. നാളെ അമ്പലത്തിൽ കൂടുതലാണ് പുഴയൊക്കെ ഫ്രണ്ട്സ്, നാളെ നമ്മൾ പുഴയെ പോട്ടോ, അല്ല അമ്പലത്തിലത്തെ പുഴയിൽ പോട്ടും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നാളെ ഇടാം. നാളെ ആയിട്ട് പോണത് എനിക്ക് നാളെ നമ്മളെ നാട്ടിലേക്ക് നേരെ പോവും. രണ്ടമ്പലത്തിൽ നമ്മൾ പോയി. ഇനി മൂന്നാമത്തേൽ നമ്മൾ പോകും നാളെ രാവിലെ. ആ രാവിലെ കുളിച്ചതിന് ശേഷം നമ്മളെ നാട്ടിൽ തന്നെ പോവും. ട്രാക്ടറൊക്കെ കണ്ടോ കുറേ ട്രാക്ടേഴ്സ് കണ്ടില്ലേ? അതിനൊക്കെ എന്തൊക്കെയോ ആണ് പറയുക. ട്രാക്ടറിനൊന്നും ആയിക്കൂല. ഗൈസ്, നമ്മളിവിടെ എന്താണ്, നമ്മളെ നാട്ടിലൊക്കെ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈനല്ല ഗൈസ്. ഇവിടെ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിലൊന്നും ഒരു ഫൈനും ഇല്ല ഗൈസ്. 3-4 പേരൊക്കെ വെച്ചിട്ടാണ് പോകണത്. ഇവിടെ ഒന്നും 2-3 ആൾക്കാരൊക്കെ അല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെ 4-3-5 ആൾക്കാരെ കൊണ്ടുപോകും. ഒരു ഭക്ഷണം വാഴത്തോട്ടം. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. ഇനി നാളത്തെ വീഡിയോസും കാണാം. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ കാണാം. ബൈ. നല്ല കാഴ്ചകൾ.